ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ മഞ്ചൂരിയൻ ഗ്രേവി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ മഞ്ചൂരിയൻ്റെ ഡ്രൈയും ഉണ്ട്, ഗ്രേവിയും ഉണ്ട്. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഗ്രേവിയാണ്. ഒരുപാട് പേർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാവുന്നത്. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ വരുന്നൊരു ചിക്കൻ ഡിഷാണ്. അതുപോലെ നമ്മുടെ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നഡ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലുള്ള കഷ്ണങ്ങളും എല്ലില്ലാത്തതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം സോയ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ ചേർക്കണ്ട കേട്ടോ, വെള്ളം മാത്രം മതി. ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ എന്താ പറയുക, എരിവിനായിട്ടുള്ളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ബാക്കി നമ്മൾ സ്പൈസ് വേറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഒന്നും ചേർക്കുന്നില്ല മാരിനേഷനിൽ. അപ്പോൾ മൈദപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും ഇത് രണ്ടും ഒരേ അളവിലെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ വെള്ളം ഒട്ടും ചേർക്കേണ്ട, കാരണം ചിക്കനിൽ കുറച്ച് നനവ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിരുന്ന സമയത്ത് എല്ലാം കൂടി റെഡി ആയിക്കോളും. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയൻ ഒരു ഇൻഡോ ചൈനീസ് ഡിഷാണ്. ചൈനീസ് ഡിഷ് തന്നെയാണ്, പക്ഷേ അതിൽ നമ്മൾ ഇന്ത്യൻ ടേസ്റ്റും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചില്ലി സോസ് റെഡിയാക്കാറുണ്ട്. ഒരു പിടി വെളുത്തുള്ളി, ഒരു 5-8 വെളുത്തുള്ളി എടുക്കുക. അതുപോലെ ഒരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കഴുകിയിട്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വലിയ ജീരകം. ഇത് മൂന്നും കൂടി നമുക്ക് ഒരു ബൗളിലിട്ട് കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5-10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്കിതും സെറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ചിക്കൻ ഫ്രൈ ചെയ്യാനിടട്ടെ. അതിന് ശേഷം നമുക്ക് സോസ് റെഡിയാക്കാം. അപ്പം ഇതുപോലെ ഒരു പരന്ന പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. വെളിച്ചെണ്ണ ആകുമ്പോൾ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം, ക്രൗഡഡ് ആയിട്ട് ഇട്ട് കൊടുക്കരുത്. എന്നാലേ ആ കോട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് ചിക്കൻ കിട്ടുകയുള്ളൂ. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ചിക്കൻ്റെ കളർ വല്ലാണ്ട് മാറാൻ നിൽക്കണ്ട. പിന്നെ ഇതുപോലത്തെ ചൈനീസ് ഡിഷൊക്കെ ഒരുപാട് പേര് മുമ്പ് ചോദിച്ചതാണ്. ഈ ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനും അതുപോലെ മഞ്ചൂരിയനും ഒക്കെ എന്താ ഡിഫറൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പം ഏകദേശം ഒരേ ചേരുവകളൊക്കെ തന്നെയായിരിക്കും ചേർക്കുന്നത്. പക്ഷേ ചില ചേരുവകൾ നമ്മൾ ലാസ്റ്റ് ചേർക്കും, ചിലത് ഫസ്റ്റ് ചേർക്കും. അപ്പോൾ അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും ആ ഒരു കറിക്ക്. എല്ലാവരും ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് ഒരേ ടേസ്റ്റ് ഒന്നല്ലല്ലോ. അതേപോലെ തന്നെ ഇതുപോലത്തെ ചൈനീസ് ഡിഷിനും നമ്മൾ എല്ലാ ചേരുവകളും ഒരേപോലെ തന്നെ ആണെങ്കിലും ചിലത് നമ്മൾ ലാസ്റ്റ് ചേർക്കും, ചില എക്സ്ട്രാ ചേരുവകൾ ചേർക്കും. അതുകൊണ്ട് തന്നെ ആ ഡിഷിന് തന്നെ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയനിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഈ ഒരു ചില്ലി സോസാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചല്ലോ, അതിൽ നിന്ന് ആ വെള്ളം ഒഴിവാക്കിയിട്ട് അത് മാത്രം എടുക്കുക കേട്ടോ. ഉണക്കമുളക്, വെളുത്തുള്ളി, അതുപോലെ വലിയ ജീരകം, ഇത് മൂന്നും കൂടി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് അതിലോട്ടൊരു 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ലോണം സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയനിൽ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്ന ചേരുവ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി സോസ് നമുക്ക് പുറത്ത് വാങ്ങിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ നമ്മളിപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ ഉണ്ടാക്കുവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. ഈ ചില്ലി സോസിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂണോളം സോയ് സോസും പിന്നെ ഒരു 1/2 കപ്പോളം ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ സോസ് എൻ്റെ അടുത്തുള്ളത് അധികം കളറില്ലാത്ത ടൊമാറ്റോ സോസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മിക്സ് കണ്ടോ, ഒരു അധികം റെഡ് കളറില്ല. പക്ഷേ നമ്മൾ പുറത്തുനിന്ന് ചിലത് വാങ്ങിക്കുമ്പോൾ നല്ല റെഡ് കളറിലായിരിക്കും ടൊമാറ്റോ സോസ് ഉണ്ടാവും. അപ്പം നല്ല ഭംഗിയുണ്ടാവും ഈ ഒരു ഗ്രേവി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. പഞ്ചസാരയും കൂടി ചേർക്കുക. പിന്നെ അതുപോലെ ഉപ്പുണ്ടോ എന്ന് നോക്കുക കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് നമ്മുടെ സോസ് കേട്ടോ, മഞ്ചൂരിയൻ സോസ്. ഇനി നമുക്ക് പാന് ചൂടാക്കുക, വേറൊരു പാന് ചൂടാക്കുക. അതിലോട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഈ ചിക്കൻ മഞ്ചൂരിയനിലോട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയനൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഇവിടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ കേട്ടോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പാന് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. അതുപോലെ പിന്നെ ഒരു 3-4 പച്ചമുളക് ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുക. പിന്നെ ക്യാപ്സിക്കം കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കുറച്ച് കേട്ടോ.
അതിനുശേഷം അതൊന്ന് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഈ സോസ് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സോസിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ഈ സോസിലോട്ട് നേരെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഡ്രൈ ആയി പോകും. അപ്പോൾ ഡ്രൈ ആക്കിയിട്ടുള്ള മഞ്ചൂരിയൻ ആണെങ്കിൽ നേരെ ആ സോസിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഗ്രേവിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ഒരു സോസ് ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ മഞ്ചൂരിയൻ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം നല്ലൊരു റെഡ് കളറിലായിരിക്കും മഞ്ചൂരിയൻ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ചൂരിയൻ്റെ കളർ തന്നെ ഭയങ്കര ഡാർക്ക് റെഡ് കളറായിരിക്കും കേട്ടോ. നല്ല ഭംഗി ഉണ്ടാവും കാണാൻ, പക്ഷേ റെഡ് ഫുഡ് കളർ ചേർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഈ ചിക്കനൊക്കെ ചേർത്തിട്ട് ആ ഒരു ഗ്രേവി തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശരിക്കും കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കളർ ആഡ് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലും സോയ സോസാണ് ചേർക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ ഉള്ള വ്യത്യാസം. അതിൽ തന്നെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ ചില്ലി സോസും കൂടി ചേർക്കുന്നുണ്ടല്ലോ, എല്ലാം കൂടി ആകുമ്പോൾ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. റെഡ് ചില്ലി സോസ് ആട്ടോ ചേർക്കേണ്ടത് പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിലോട്ട് ചേർക്കാനുള്ള കളർ. വേണമെങ്കിൽ ചേർക്കാനുള്ള റെഡ് ഫുഡ് കളർ കേട്ടോ, ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് മുകളിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രേവി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി വേറൊരു ബൗളിൽ ഒരു ടീസ്പൂണോളം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച ശേഷം മാത്രം ഈ കോൺഫ്ലോറിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒഴിച്ചു കൊടുക്കണ്ട. പിന്നെ കൂടുതൽ വെള്ളം അല്ലെങ്കിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുള്ളവർക്ക് ആദ്യം നമുക്ക് എന്താ പറയുക വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു ഗ്രേവി ആയ ശേഷമാണ് നമ്മളിതിലോട്ട് കോൺഫ്ലോറിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കോൺഫ്ലവറിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ നല്ലോണം തിക്കാവും. പിന്നെ ഈ മഞ്ചൂരിയൻ ഒരുപാട് ഗ്രേവിയോട് കൂടിയിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കാറില്ല. ഇനിയിപ്പോൾ ഗ്രേവി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ആദ്യം തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കോൺഫ്ലവറിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്രേവിയിലാണ് നമ്മുടെ മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതുപോലെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക. കോൺഫ്ലവറിൻ്റെ സ്ലറി ചേർത്തിട്ട് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നല്ലോണം തിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ ടേസ്റ്റിൽ മാത്രമല്ല കാണാനും കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ചിക്കൻ മഞ്ചൂരിയനും ഗാർലിക് ചിക്കനും അതുപോലെ ഡ്രാഗൺ ചിക്കനും ചില്ലി ചിക്കനും ഒക്കെ. അപ്പോൾ ചിക്കൻ മഞ്ചൂരിയൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇന്ത്യൻ ടേസ്റ്റും ചൈനീസ് ടേസ്റ്റും കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ മഞ്ചൂരിയൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.